അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് പേരെ ഫുള്ളും ആൾക്കാരാട്ടോ, വിരുന്നാരൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അന്ന് ഫുള്ള് നല്ല ഒച്ചയും ബഹളമായിട്ട് നല്ല രസമായിട്ടോ ഇന്നത്തെ ദിവസം. ഇന്നലെ തുടങ്ങിയിരിക്കണം. ഇന്നലെ രാത്രി ഫുള്ള് ഞങ്ങൾ ആളിൽ മുഴുവൻ പായൊക്കെ വിരിച്ചാടാട്ടോ കടന്നുറങ്ങിയതൊക്കെ എല്ലാവരും ഉള്ളതിനോട് തന്നെ. പിന്നെ കറണ്ട് അങ്ങോട്ട് പോയിട്ടോ, രാത്രി ഞങ്ങൾക്ക് കറണ്ട് ഇല്ലേനി കേട്ടോ. കറണ്ട് ഒരു 8-8:30 ആകുമ്പോൾ പോയിട്ട് പിന്നെ എപ്പോഴാണ് വന്നറിയില്ല. ഞങ്ങളൊക്കെ ഉറങ്ങിയാരായിട്ടോ വന്നത്. കറണ്ട് എന്തുകൊണ്ടാണ് പോയതെന്ന് അറിയില്ല, വെറുതെ പോയതാട്ടോ കറണ്ട്. പിന്നെ വരുന്നേ അല്ല. അപ്പോൾ KCBക്കൊക്കെ വിളിച്ച്, ചെറുതാണെങ്കിൽ ഉറങ്ങണമില്ല കേട്ടോ, കറണ്ട് വിളിച്ചില്ലായിട്ട് ഇരുട്ടായിട്ട് അതാണെങ്കിൽ ഉറങ്ങണമില്ല. അങ്ങനെ KCBക്കൊക്കെ വിളിച്ച് ഇപ്പോൾ കലിയിലും ഓൻ്റെ കുട്ടിയും ഇമ്മുട്ടിയും കുട്ടികളും ഉമ്മച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ പേരൊന്ന് ഫുള്ളാണ്. അപ്പോൾ ഇന്ന് ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓലയുടെ അടുക്കളയിൽ പണി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചാൽ എനിക്ക് ക്ലീനിങ് പണി ഇനി. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടിരിക്കണം, ഞാൻ അടിച്ചേരി തുടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഓരോ ഡ്യൂട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളും അടുക്കളയിൽ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ആളാരാ? കലിയിലാട്ടത് ബിരിയാണി ഉണ്ടാക്കണം. എന്താവും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ. കളിയിൽ മാത്രമല്ല, എൻ്റെ അമ്മ ഉണ്ട്, ഇമ്മൂട്ടി ഉണ്ട്, പിന്നെ ഓലമ്മ ഉണ്ട്, ഉമ്മാൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, ഫുള്ളാണ് പേര്. അപ്പോൾ ഉള്ളിയൊക്കെ അരിയിൽ തുടങ്ങിയിരിക്കണം കേട്ടോ. പറയാൻ പറ്റൂലല്ലേ, കത്തി കൊണ്ടുള്ള പണിയായതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ട് ബാക്കി ഉള്ളിയോ അരിഞ്ഞുകൊണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേറെ പണിയിലാണ്. മുട്ടിയെ പറ, എന്താ വിശേഷം? തന്നെ ഉറക്കം മാറി കേൾക്കൂല. ഓല കാണിച്ചു തരാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഓല വർത്താനം കേൾപ്പിച്ചു തരാം. അന്തിയാവും, അന്തിക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അടിപൊളി ഡേയാണ്. അപ്പൊ ചിക്കൻ ഉണ്ട്, ചേച്ചി ഉണ്ട് കേട്ടോ. നമ്മളെ ചേച്ചി വന്നിക്കണ്. അപ്പൊ ഇത് ചിക്കനൊക്കെ ഇതാക്കണ്. ചിക്കൻ ആരാ നന്നാക്കണ്? മുട്ടിയാണ്. ചേച്ചി ഉണ്ട് കേട്ടോ. ഒന്ന് വർത്താനത്തിലും ചിരിച്ചാനും കൂടാനൊക്കെ. അന്ന് ചേച്ചി നേരെ വൈകിയ പോണത് എല്ലാരും ഉള്ളതിനോട് കേട്ടോ. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര സങ്കടാന്നപ്പൊ ചേച്ചി പറഞ്ഞത്. ദിവസം കഴിയാനായി, അതുകൊണ്ടുള്ള സങ്കടാന്നപ്പൊ ചേച്ചി പറയണത്. അപ്പൊ ഇന്ന് എന്റെ പണി എന്താ വെച്ചാൽ ഇവലത്തൊക്കെ വീഡിയോ എടുക്കലാട്ടോ. എന്റെ പണി ബിരിയാണിയും കുക്കിങ്. ബിരിയാണി റെസിപ്പി ഞാൻ കുറെ ഇട്ടേക്കണ്, അതുകൊണ്ട് റെസിപ്പി ഇല്ല. പക്ഷെ ഞങ്ങളെ ഒരു ഡേ ഞാൻ കാണിച്ചു തരാം. അടിപൊളി എല്ലാരും ഉള്ള. പിന്നെ ഞങ്ങള് മന്തിയൊക്കെ, ഞങ്ങൾ അധികം മന്തി തന്നെ വാങ്ങല്. ബിരിയാണി വന്നിട്ട് കുറെ ആയിടി. ഞാൻ ബിരിയാണി വന്നിട്ട് കുറെ ആയിട്ടോ. പിന്നെ ഇമ്മൂട്ടിക്കും കുട്ടികൾക്കും ബിരിയാണിയാണ് ഇഷ്ടം. ഓൽക്ക് മന്തി ഇതോ അതിനോടൊന്നും ഇഷ്ടമല്ല, ബിരിയാണി തന്നെയാണ് ഓൽക്ക് ഇഷ്ടം. അപ്പം പിന്നെ ഓൽക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ബിരിയാണി തന്നെയാട്ടോ ഉണ്ടാക്കണം. ആരാ അവിടെ അങ്ങനെ വന്നിക്കണേ? ഞാൻ വീഡിയോ എടുക്കണേ അവിടെ അങ്ങനെ വന്നിക്ക. നല്ല എരുണ്ട്. ഉള്ളിന്ന് വെള്ളം വരുമോ? അപ്പൊ എന്താ ഈ ചിക്കനൊന്ന് കേക്ക് കൊടുക്കട്ടെ കേട്ടോ. ചേച്ചി നമ്മളെ കുട്ടീനെ കുളിപ്പിക്കാനൊക്കെ വരുന്ന ചേച്ചി, എന്റെ ഐസമോളെയൊക്കെ കുളിപ്പിച്ചത് ചേച്ചിനാണ്. അപ്പൊ ചേച്ചിനോട് ഞാൻ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കണത്. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പൊ അപ്പൊ ചായ കുടിക്കാണല്ലേ. അപ്പൊ ഒന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളി അരിണ്ട്. വന്നപ്പോ ഇന്നലത്തെ നമ്മളെ നെയ്യപ്പം, ഇന്നലത്തെ അല്ലല്ലേ ഇന്ന് രാവിലെ ഉണ്ടാക്കിയല്ലേ. മാവ് എടുത്ത് വെച്ചിക്കാണ്ട് രാവിലെ നെയ്യപ്പം ഉണ്ടാക്കിട്ടോ. നെയ്യപ്പം ചായ ചേച്ചി വന്നപ്പോ കുടിച്ചു. അതെന്താ, ഞാൻ മുരിങ്ങന്റെ ഇലയാണ് വിചാരിച്ചു. ഇപ്പൊ ചപ്പാത്തി തിന്നട്ടോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ കലിയിൽ ഇവിടെ ഉള്ളി അരിയാണ്. അപ്പൊ ചേച്ചി ചായ കുടിക്കാണ്. മറ്റവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരൊന്നും പിന്നെ മുഖം കാണിക്കാൻ പറ്റൂല അല്ലേ. ഇമ്മൂട്ടിയാണ് ചിക്കൻ കേൾക്കണത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്യാസൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പണിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഗ്യാസ് നമ്മൾ തിരിച്ചിട്ടതാട്ടോ. ഇന്നലെ വൈകുന്നേരം വിരുന്നാർ വന്നപ്പോൾ തിരിച്ചിട്ടതേന് കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് ആക്കിയിട്ടില്ല. അപ്പം അടുപ്പിൽ തീ കിട്ടുമ്പോൾ അപ്പുറത്തേക്ക് ആക്കരുതാണ്ട് പിന്നെ ഇങ്ങനെ തന്നെ വെച്ചതാട്ടോ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് തുടച്ചില്ലേനി. അപ്പോൾ തുടക്കം മേമയാണ്. പിന്നെ അപ്പോൾ കലിയിൽ മാറിയാണ്. കലിയിലൊക്കെ അപ്പൊ മാറിന്നതാ. ഞാൻ വെളിച്ചൊക്കെ ഉണ്ടായിട്ട് ഇടാതൊക്കെ. അപ്പൊ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വലിയ ചെമ്പൊക്കെ വെച്ചിന് കേട്ടോ. ഗ്യാസ് ഇമ്മൂട്ടിക്ക് എത്തണില്ലാന്ന് അപ്പൊ ഇമ്മൂട്ടി പറയണത്. ഓളെല്ലാരും വലിയൊരു ചെമ്പ് വെച്ചു. പിന്നെ എങ്ങനെ എത്താന്ന് പറഞ്ഞു ഇമ്മൂട്ടിയെ.
മുട്ടിയായിട്ട് നമ്മള് ബിരിയാണി വെപ്പിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ? സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വേണ്ടേ? കോയിനത് അവള് കെക്കി വെച്ചിക്കണേ, തക്കാളി എല്ലാ സകല സാധനങ്ങളും ശരിയാക്കി വെച്ചിക്കണേ അല്ലേ? ഇന്ന് നമുക്ക് കുറേ വിരുന്നാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഇമ്മമാന്റെ അനിയത്തിൻ്റെ ഓടുന്നു വരുന്നുണ്ട്. മുട്ടി നീളല്ല കഴിഞ്ഞിട്ടേ മുട്ടിക്ക് എത്തണില്ല, ചെമ്പക്ക് അളക്കാൻ എത്തണില്ല. അപ്പൊ നമ്മളെ കലിയിൽ തന്നെ ഏൽപ്പിച്ചൊക്കെയാണ്. ആ എന്നിട്ടാണ് എത്താത്ത. കലിയിൽ നമുക്ക് പല ഇട്ട് കൊടുക്കുന്നാലേ എത്തുള്ളൂ. അതുകൊണ്ടല്ല മുട്ടി കലിയിൽ നമ്മൾ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇപ്പൊ ചോറിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. ഗ്യാസിനങ്ങനെ തിരിച്ചിട്ടതാട്ടോ നമ്മള്. ഇപ്പൊ നമ്മളെ മുട്ടി മാറിക്കാണ്ട് കലിയിൽ തന്നെ ഇറങ്ങിയേക്കണം കേട്ടോ. കാരണം ചെമ്പക്ക് കാണുന്നില്ല ഞങ്ങൾക്ക്. ഗ്യാസ് അല്ലെങ്കിൽ കുറച്ച് ഉയരം കൂടിയാണ് കേട്ടോ. അപ്പോൾ കലിയിൽ ഇതാ മസാലപ്പൊടികളൊക്കെ ഇടൽ തുടങ്ങിയേക്കണ്. അപ്പം കലീലിൻ്റെ ബിരിയാണി ആട്ടെന്ന്. അപ്പോൾ ബിരിയാണിയൊക്കെ മസാലയൊക്കെ സെറ്റാക്കിക്കാണ്ട് ഇതാ ഓണിട്ട് മാറി നിൽക്കണം കേട്ടോ. അപ്പം ഇതാരാ വെച്ചാൽ ഒന്ന് മുട്ടിൻ്റെ മോൻ, അമ്മൻ്റെ അനിയത്തിൻ്റെ മോനും ഒന്ന് അമ്മോൻ്റെ മോനുമാണ് കേട്ടോ. പിന്നെ മുട്ടി ഇതാ കുട്ടീനെ മടി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മച്ചിയും കൂടിക്കാണ്ട് രണ്ടടുപ്പത്തും തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചതാട്ടോ. നമ്മൾ ചോറിങ്ങനെ വേവിച്ചിക്കാണ്ടാണ് ഇടല്, തിളപ്പിച്ചൂറ്റിയിടല കേട്ടോ. അപ്പം അതിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. മഴ അടിച്ചപ്പോൾ വന്നാട്ടോ. ഞാൻ അപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയി അന്നെ കാണിച്ചു പറ്റില്ലല്ലേ. രണ്ടാളും കൂടി ഇതാ ബിരിയാണിയൊക്കെ അന്നാട്ടണേന്ന് വെപ്പല. അതുകൊണ്ട് പ്രശ്നമല്ലേ? പുറത്തായി അപ്പൊ കലീലിന്റെ സ്പെഷ്യൽ ബിരിയാണി നല്ല ഭംഗിയുണ്ടാണ്. ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് ചൂടാവിച്ച. ഇപ്പൊ ഞാൻ അടുക്കളതാട്ടോ ബദർ യുദ്ധത്തിൽ ചെന്ന പോലെ ഉണ്ട്. ഇവിടെ ഒരാള് പരാതി കൊണ്ട് വന്നതാട്ടോ. അപ്പൊ നമ്മളെ മേമയാണ് പ്രശ്നം പരിഹരിക്കണ ആള്. ഇവളെയൊന്നും ഒരു കളിച്ചാൻ കൂട്ടണില്ല. ഇതരെ ഫോണുമ്പോൾ ടൊക്കന വൈഫൈ ഓഫ് ആക്കിയാണ്ട് എല്ലാത്തിനും മുറ്റത്തേക്ക് വിട്ടത്. അപ്പൊ കളിച്ചാൻ പോയപ്പോ ഇവല് രണ്ടാളും പരാതി കൊണ്ടുവന്നതാണ്. ഇവലെ കളിച്ചാൻ കൂട്ടില്ല. പ്രശ്നം തീർന്നില്ലേ? എന്നാ പോയിക്കോളി. മണ്ണാണതേ. പോയിക്കോലി കളിച്ചാൻ പോക്കോലി. അല്ലാ പഠിച്ചോനെ. അപ്പൊ മേമ പ്രശ്നമൊക്കെ പരിഹരിച്ച് മക്കള് കളിച്ചാ പോയി. ഫുഡൊക്കെ ദമ്മിട്ടോ. ആകെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിക്കണേ. ഇനി ഫുഡ് കഴിക്കാനാകുമ്പോഴേ ദമ്മ് പൊട്ടിക്കൊള്ളു കേട്ടോ. പിന്നെ അടുക്കള കണ്ടില്ലേ വൃത്തിയാക്കിച്ചിന് കേട്ടോ. ഇനി എല്ലാവരും കുളിച്ചട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചോറ് തിന്നാൻ. ലമച്ചിയെ തന്നെ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി, നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരെ ഞങ്ങൾ തിന്നോളി പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം മക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ കലിയിൽ ഫുഡ് കഴിച്ച് പോയി. ഓന് കുട്ടി ഹോസ്പിറ്റലിലാട്ടോ. അപ്പോൾ കുട്ടീൻ്റെ അടുത്തേക്ക് പോവാണ്ട്. അപ്പോൾ ഓന് വേഗം ചോറൊക്കെ തിന്നിക്കാണ്ട് ഓൻ പോയിട്ടോ. അപ്പോൾ ഞാൻ മറ്റോലും തിന്നിട്ടോ. അപ്പോൾ ഓൻ തിന്നപ്പോൾ പിന്നെ മക്കളൊക്കെ ഓനും തിന്ന് എല്ലാവരും കുളിച്ച് അവത്ത് കയറി എല്ലാവരും ചോറൊക്കെ തിന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തിന്നട്ടെ. പൊണ്ണു, ഞാൻ, ഇമ്മ, അമ്മൂട്ടി, പിന്നെ ഉമ്മ, രണ്ടുമാരുണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇനി ചോറ് തിന്നട്ടെ കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. നമ്മൾ ചോറ് തിന്നാൻ പോണേ. അപ്പം ഉമ്മച്ചിയൊക്കെ അവിടെ തിന്നുന്നുണ്ട്. ഉമ്മൂട്ടി വഴുണ്ട് തിന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചോറ് തിന്നട്ടെ കേട്ടോ. ഉമ്മൂട്ടി എങ്ങനെ ഉണ്ട്? പൊളിയാ? ടേസ്റ്റ് ഉണ്ട്? അത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ പിന്നെ എന്നിട്ട് പറയായി വൈകുന്നേരം ചായക്കടി കേട്ടോ. പണ്ട് ഞാനൊരു പഴം കേക്ക് ഉണ്ടാക്കിനി. ആ കേക്കാട്ടൊന്നും ഉണ്ടാക്കിയത് കണ്ടോ. അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെയും ഉണ്ടാക്കിനി. അപ്പോൾ ആ കേക്കാണ് ഇന്ന് നമ്മൾ ചായക്കടി ഉണ്ടാക്കിയത് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തോലെ അത് കണ്ടു നോക്കുക. ഞങ്ങൾ ചായ കുടിക്കാട്ടോ. നല്ല അടിപൊളി ചായയും കേക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇരുന്നാണ്ട് ചായ എടുക്കും. മുണ്ടല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. വിരുന്നാരൊക്കെ പകുതി ഇന്ന് പോകും, പകുതി നാളെയാണ് പോണത്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. വിരുന്നാർ വന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ.